പാലമൂട് എന്ന സ്ഥലത്താണ്. അവിടെയും ആളുകളുടെ വലിയ സഞ്ചയം കാണാം. വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അവസാനത്തെ ഒരു കാഴ്ച കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യർ, നൂറുകണക്കിന് ആളുകൾ എല്ലായിടത്തും കാത്തു നിൽക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ടൈം ഷെഡ്യൂള് പാലിക്കുക എന്നത് അസാധ്യമായിരിക്കുന്നു, അല്ലെങ്കിൽ ദുസാധ്യമായി മാറിയിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. എല്ലായിടത്തും വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയാണ്. തിരുവനന്തപുരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇപ്പോഴും മറികടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ജനക്കൂട്ടം തെരുവിൽ കാത്തു നിൽക്കുന്നത് കാണാം. എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ആളുകൾ. PS അച്യുതാനന്ദൻ വിടവാങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ ഒരു കുമ്പിൾ പൂവെറിയാൻ കാത്തു നിൽക്കുന്ന മനുഷ്യർ. അപ്പൊ അവരെ തള്ളി മാറ്റിക്കൊണ്ടുപോകാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള സമയം അനുവദിക്കുക, എല്ലാവർക്കും ഒരു നോക്ക് കാണാൻ. ആളുകൾ മൊബൈൽ ഫോണുകളുമായിട്ട് ക്യൂ നിൽക്കുന്നത് കാണാം. ആ കടന്നു പോകുന്ന ദൃശ്യം ഒന്ന് പകർത്തിയെടുക്കാൻ, അത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ, അതൊന്ന് ഡോക്യുമെന്റ് ചെയ്യാൻ. അങ്ങനെ ജനങ്ങള് പലതരത്തിൽ ഈ തെരുവുകളിൽ നിറഞ്ഞേ നിൽക്കുകയാണ് എല്ലായിടത്തും. ഒരു നമ്മളിപ്പോ മനുഷ്യ ചങ്ങല എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കില്ലേ, അതുപോലെയാണ് സത്യം പറഞ്ഞാൽ. തെരുവ് നിറയെ ആൾക്കാരുണ്ട്. ചിലയിടത്ത് വലിയ തോതിലുള്ള ആൾക്കാരുണ്ടാവും, ചിലയിടത്ത് ആളുകൾ തീരെ കുറവായിരിക്കും. പക്ഷെ ഒരു മനുഷ്യനും ഒരു മൊമെന്റ് നമ്മൾ കണ്ടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. എവിടെയെങ്കിലും ആരെങ്കിലും ഒരാൾ കാത്തു നിൽക്കുന്നു, രണ്ടുപേർ കാത്തു നിൽക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യചങ്ങല എന്ന് വിളിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ തിരുവനന്തപുരത്തിലെ ഈ നഗരവീഥികളിലാകെ മനുഷ്യർ ഒറ്റയ്ക്കും തെറ്റയ്ക്കും കൂട്ടമായും വലിയ ജനബദ്ധമായും PS അച്യുതാനന്ദനെ കാണാനും യാത്രാമൊഴി ചൊല്ലാനും കാത്തു നിൽക്കുന്നത് പ്രത്യേകതയുണ്ട്. മുദ്രാവാക്യങ്ങളുമായി അനുഗമിക്കുന്ന ആൾക്കാരെ കാണുന്നു. ഒരേ സ്ഥലത്ത് നിന്ന് VS-നൊപ്പം ചേരുകയും അടുത്ത സ്ഥലം വരെയെങ്കിലും മുദ്രാവാക്യങ്ങളുമായി അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്യുന്ന യുവാക്കളെ, സ്ത്രീകളെ, കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ വിഭാഗം ആളുകളുടെയും പങ്കാളിത്തം, എല്ലാ രാഷ്ട്രീയത്തിൽ നിന്നുള്ളവരുടെ പങ്കാളിത്തം, ഒരു രാഷ്ട്രീയവുമില്ല എന്ന് പറയുന്നവരുടെ പങ്കാളിത്തമുണ്ട്. എല്ലാ മതധാരകളിലും എല്ലാ സംഘടനാധാരകളിലും പെട്ട ആളുകൾ ഈ തെരുവുകളിൽ VS അച്യുതാനന്ദനെ കാത്തു നിൽക്കുന്നു. അപ്പോൾ VS അച്യുതാനന്ദൻ കേരളത്തിന് ആരായിരുന്നുവെന്ന്, കേരളത്തിൽ അദ്ദേഹം ചെയ്ത സംഭാവനകൾ എന്തായിരുന്നുവെന്ന് അത് മനുഷ്യർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ തെരുവിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും. എല്ലായിടത്തും ആളുകൾ കാത്തു നിൽക്കുകയാണ് VS കടന്നു പോകുന്നത് കാണാൻ. അപ്പോൾ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ഒരു ലീഡർ, എന്തുമാത്രം ഒരു ടവറിംഗ് ഫിഗർ എന്നൊക്കെ പറയില്ലേ, എന്തുമാത്രം വലിയ അസാമാന്യനായ ഒരു മനുഷ്യനായിരുന്നുവെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ തെരുവുകളിലൂടെ സഞ്ചരിക്കണം. ആളുകള് ഉദ്വേഗം നിറഞ്ഞ കണ്ണുകളുമായി കടന്നുവരുന്ന ആ വാഹനത്തെ നോക്കി നിൽക്കുന്നു. കണ്ണിലേക്ക് VS അച്യുതാനന്ദന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന്റെ ആദ്യ ദൃശ്യം പതിയുമ്പോൾ ആളുകളുടെ കണ്ണുകൾ വിടരുന്നത് നമുക്ക് കാണാം. VS വരുന്നത് കാണാൻ വികാരാവേശത്തോടെ മനുഷ്യർ കാത്തു നിൽക്കുന്നു. ആ ബസിന്റെ ആദ്യത്തെ ചിത്രം കാണാൻ. അത് കടന്നു വരുമ്പോൾ VS അച്യുതാനന്ദനെ അതിൽ കിടത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് അവസാനത്തെ അന്ത്യോപചാരം അർപ്പിക്കാൻ ഒരു പൂക്കഷ്ണം അതിലേക്ക് എറിയാൻ, കണ്ണേ കരളെ VS എന്നുള്ള ആ വിഖ്യാതമെന്ന് വിളിക്കാൻ കഴിയുന്ന മുദ്രാവാക്യം ഒന്നുറക്കെ വിളിക്കാൻ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ എന്ന് വിളിക്കാൻ ആളുകൾ, ചില ആൾക്കാർ വഴിനീളെ റോസാപ്പൂക്കളുമായി കാത്തു നിൽക്കുന്ന യുവാക്കളെ കാണുന്നു. ആ റോസാപ്പൂ VSന്റെ ശവമഞ്ചത്തിന്റെ മുകളിൽ വെക്കാൻ, അതിലേക്കൊന്ന് എറിഞ്ഞു കൊടുക്കാൻ. ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ എന്നതിനെ അദ്ദേഹം ഫിസിക്കലി തന്നെ അവർ റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ആദരം അറിയിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ലിറ്ററലി ആ ആദരം അർപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ PS അച്യുതാനന്ദൻ തിരുവനന്തപുരം നഗരം ഇതിനകം കടന്നിട്ടില്ല. ഇപ്പോൾ സമയം എത്ര മണിയായി? 5:45 കഴിഞ്ഞിരിക്കുന്നു. 7 മണിയെങ്കിലും ആകുമ്പോൾ തിരുവനന്തപുരത്തിന്റെ റീജിയൻ കടക്കാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും രാത്രി 9 മണിക്കോ 10 മണിക്കോ 11 ഒന്നും ആലപ്പുഴയിൽ എത്താൻ കഴിയില്ല. ആലപ്പുഴ കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ. PS അച്യുതാനന്ദനെ കാണാൻ കാത്തിരിക്കുന്ന മനുഷ്യർ ഏറ്റവും കൂടുതൽ വന്നു ചേരാൻ പോകുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയായിരിക്കും. കാരണം ഒന്ന് VSന്റെ കർമ്മഭൂമികയാണ് ആലപ്പുഴ. PS അച്യുതാനന്ദൻ CPIM സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ജില്ലയാണ്. അത്രയും അദ്ദേഹത്തിന്റെ മണ്ണടരുകളിൽ VS എന്ന വികാരം കത്തി നിൽക്കുന്ന ഒരു ജില്ലയാണ്. അവിടെ VS വരുമ്പോൾ കാത്തു നിൽക്കുന്നത് ഒരു കടലായിരിക്കുമെന്ന് നമ്മൾ ഈ നിലയ്ക്ക് പ്രതീക്ഷിക്കണം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യരുണ്ടല്ലോ, ഇന്ന് തിരുവനന്തപുരത്ത് വരാൻ കഴിയാത്തവർ, പ്രത്യേകിച്ച് മലബാർ റീജിയനിൽ നിന്നുള്ള ആൾക്കാർ മൊത്തം വരാൻ പോകുന്നത് ആലപ്പുഴയിലേക്കായിരിക്കും. ആലപ്പുഴയിൽ അദ്ദേഹത്തെ അവസാനമായി കാണാൻ. അവിടെ വീട്ടിലും DC ഓഫീസിലും ഒക്കെ പൊതുദർശനമുണ്ട്. അപ്പൊ അവിടെ വരാൻ പോകുന്ന, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വന്നു ചേരാൻ പോകുന്ന വലിയൊരു ജനക്കൂട്ടമുണ്ട്. ആലപ്പുഴ VSന്റെ കർമ്മഭൂമികയാണ്. VS എന്ന പേര് അലിഞ്ഞുകിടക്കുന്ന, ആ ഹൃദയവികാരത്തിൽ അലിഞ്ഞുകിടക്കുന്ന ജില്ലയാണ്. അപ്പൊ അവിടെ കാത്തിരിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടമുണ്ട്. അതുകൂടാതെ വരാൻ പോകുന്ന മനുഷ്യർ സ്വാഭാവികമായിട്ടും അവിടേക്ക് ചെന്ന് കയറുക, VSന്റെ വീട്ടിൽ കൊണ്ട് പൊതുദർശനത്തിനായി ഈ മൊബൈൽ മോർച്ചറി ഇറക്കി വെക്കുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയ ആയിരിക്കും. അത്രയും വലിയ ജനക്കൂട്ടത്തിന് അടവിട്ട് കടന്നു പോകുക എന്നത്. എന്തായാലും ധന്യ, ഇത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മഹാനായ നേതാവിന് കേരളം ആദരവോടെ വിട ചൊല്ലുന്നു, നന്ദിയോടെ വിട ചൊല്ലുന്നു എന്നതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കേരളത്തിൽ നമ്മൾ അപൂർവമായി മാത്രമേ ഇത്ര വലിയ വിലാപയാത്രകൾ കാണുന്നുള്ളൂ. ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി, നിസ്സംശയം പറയാം, ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര കടന്നു പോകുമ്പോൾ തെരുവോരങ്ങളിൽ നിറഞ്ഞു നിന്ന മനുഷ്യർ രാഷ്ട്രീയ നേതാക്കളോട് ഞങ്ങൾക്ക് എന്തുമാത്രം സ്നേഹമുണ്ട് എന്ന് പറയുന്നവരാണ്. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയം ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, രാഷ്ട്രീയക്കാർ തന്നെ കുഴപ്പമാണ് എന്നൊക്കെ പറയുന്ന പുതിയ ചില ആൾക്കാരുണ്ട്. രാഷ്ട്രീയക്കാരില്ലായിരുന്നെങ്കിൽ എത്ര നന്നായനെ, രാഷ്ട്രീയക്കാർ കൊള്ളക്കാരാണ് എന്നൊക്കെ പറയുന്ന ചില അരാഷ്ട്രീയവാദികൾക്ക് മുമ്പിലേക്ക് കേരളത്തിന്റെ മനസ്സിനകത്ത് രാഷ്ട്രീയം ഉണ്ടെന്ന്, കേരളത്തെ ഉണ്ടാക്കാൻ പണിയെടുത്ത രാഷ്ട്രീയക്കാരാണ് എന്നറിയാവുന്ന മനുഷ്യർ കേരളത്തിലുണ്ടെന്ന്
നോക്കൂ, രാഷ്ട്രീയ നേതാക്കൾ എന്ന് വിളിക്കുന്നവരല്ലേ, അവരുടെ കടന്നുപോക്കിലാണ് കേരളം തേങ്ങലോടെ തെരുവുകളിൽ നിൽക്കുന്നത് എന്ന് കാണുക. അപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്നത് മലയാളിയുടെ മനസ്സിൽ എന്തുമാത്രം ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നു. രാഷ്ട്രീയക്കാർ ഈ സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി, കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി, നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ഈ നാട് ഉണ്ടാക്കിയത് രാഷ്ട്രീയക്കാരാണെന്ന്, അവരുടെ കാഴ്ചപ്പാടുകളാണെന്ന് അറിയാവുന്ന മനുഷ്യരുണ്ടല്ലോ, അവരാണ് ഭയങ്കരമായ ഒരു താങ്ക്ഫുൾ മൈൻഡുമായിട്ട് ഈ തെരുവുകളിൽ മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ മനസ്സ് എന്ന് പറയുന്നത് എന്തുമാത്രം രാഷ്ട്രീയ ഭരിതമാണ് എന്ന്, രാഷ്ട്രീയക്കാരുടെ ജീവിതം അവരെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന്, അവരെ മുന്നോട്ട് നയിക്കുന്നതിൽ, അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ രാഷ്ട്രീയക്കാരുടെ കാഴ്ചപ്പാടുകൾ എന്തുമാത്രം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് അവർ തെളിച്ചു പറയുന്നതിന്റെ സന്ദർഭം കൂടിയാണിത്. അപ്പൊ ആ നിലയ്ക്കൊക്കെ സവിശേഷമാണ് വി എസ് അച്യുതാനന്ദൻ കടന്നുപോകുന്ന ഈ കാഴ്ച. ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടത് നിശ്ചയമായിട്ടും EMSന്റെ, നായനാരുടെ, കരുണാകരന്റെ, അത് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ, വി എസ് അച്യുതാനന്ദന്റെ, രാഷ്ട്രീയ നേതാക്കൾ, കേരളത്തെ നിർമ്മിക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ച മനുഷ്യരോടുള്ള ആദരവും സ്നേഹവും മനുഷ്യർ പ്രകടിപ്പിക്കുന്ന കാഴ്ച. വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ച് അതിന്റെ സവിശേഷതകളെ കുറിച്ച് നമ്മൾ നേരത്തെ കുറെ സംസാരിച്ചു. വി എസ് അച്യുതാനന്ദൻ കേവലം ഒരു പാർട്ടി ലീഡർ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ സ്പേസ് എന്തായിരുന്നു, അതിന്റെ ഒരു മിസ്സിംഗ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിന്റെ ഒരു ലാക്ക് അനുഭവിക്കാൻ പോകുന്ന മനുഷ്യരുണ്ട്. അവർ കൂടിയാണ് തെരുവിൽ നിൽക്കുന്നത് കാണാൻ തന്നെയാണ്.